ഒരു 10 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് വിചാരിക്കാം. ഈ 10 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുടെ ആധി മുഴുവൻ നിങ്ങളുടെ തലയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഉറങ്ങാൻ തോന്നുന്നില്ല, ആരോടും മിണ്ടാൻ തോന്നുന്നില്ല, മരിച്ചാൽ മതിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാരം മുഴുവൻ നിങ്ങളാണ് ചുമക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി ദൈവത്തെ പിതാവായി കണ്ട് ആ പിതാവിനോട് ആശ്രയിച്ച് ആ ബന്ധത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും പിതാവായ അപ്പനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ഭാരം എടുത്ത് കൊടുക്കുമ്പോൾ, ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ആ ദൈവം എൻ്റെ അപ്പനായതുകൊണ്ട് എന്നെ കൈവിടില്ല എന്ന് അയാൾ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ, ആ ഭാരം മുഴുവൻ സത്യത്തിൽ അയാളിൽ നിന്ന് പോയി അത് കർത്താവിൻ്റെ ഭാരമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. അപ്പോൾ അയാളുടെ ഭാരം കർത്താവ് ഏറ്റെടുത്തു. ഇപ്പോൾ അയാൾക്ക് എന്താണ്? ഇപ്പോൾ അയാൾക്ക് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, ആശ്വാസമുണ്ട്, എവിടെയോ ഒരു ശാന്തതയുണ്ട്, വിശ്രമമുണ്ട്. ഇന്ന് മനുഷ്യന് ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം മനുഷ്യൻ എല്ലാ ഭാരവും അവൻ്റെ തലയിൽ കൊണ്ടു നടക്കുകയാണ്. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചത് എന്തിനാണ്? 6-ാമത്തെ ദിവസത്തിൽ നമ്മളിൽ തന്നെ ഈ ഭാരമെല്ലാം വെക്കാനല്ല, മറിച്ച് 7-ാമത്തെ ദിവസത്തിലേക്ക് ദൈവത്തിലേക്ക് എല്ലാം കൊടുക്കാനാണ്. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ അത് ഒരു ബന്ധമുള്ളവന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. എന്ത് ഭാരം ഉണ്ടെങ്കിലും, എന്തെല്ലാം ഭൂകമ്പം വന്നാലും, സുനാമി വന്നാലും, ഏതെല്ലാം മഹാമാരികൾ വന്നാലും, അതിൻ്റെ നടുവിൽ ഒരാൾക്ക് ശാന്തതയോടെ നിൽക്കാൻ പറ്റണമെങ്കിൽ അയാൾക്ക് ദൈവത്തോട് അത്രയും ബന്ധമുണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ ഈ ബന്ധമാണ്, ഞാൻ ചുരുക്കി പറയാം, അതിൻ്റെ പേരാണ് ആരാധന. ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവം തരുന്ന വിശ്രമം അനുഭവിക്കുന്നതിന് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് 7-ാം ദിവസം. അല്ലെങ്കിൽ അത് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് 7-ാമത്തെ ദിവസം ദൈവം നമ്മൾ സാബത്ത് ആചരിക്കണം, ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദിവസം മാത്രമല്ല, 24 മണിക്കൂർ നമ്മൾ ദൈവത്തോടുള്ള ഈ ബന്ധത്തിൽ ആത്മാവിൽ ജീവിക്കാനുള്ളവരാണ്. അതിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ് 7-ാമത്തെ ദിവസം. ഞാൻ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ കാരണം, ഇങ്ങനെ ദൈവത്തെ ആശ്രയിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമുക്ക് തന്ന ആ ഏറ്റവും വിലപ്പെട്ട 7-ാം ദിവസമാണ് നമ്മുടെ ഓരോ കുർബാന അർപ്പണങ്ങളും. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ വിശുദ്ധ കുർബാനയിൽ ആ 1 മണിക്കൂറിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു. അതായത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ആകുലതകളും വെക്കാനുള്ള ഏറ്റവും നല്ല സമയമാണത്. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്ന സമയമാണത്. ദൈവം നമ്മുടെ പിതാവും നമ്മൾ മക്കളുമാണ് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണത്. നമ്മളും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി ബന്ധത്തിലാണെന്ന് ഓർക്കുന്ന സമയമാണത്. നമ്മൾ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ആ സംരക്ഷണത്തിനകത്തേക്ക് കയറുന്ന സമയമാണത്. ആ ഒരു മണിക്കൂർ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മാറ്റിമറിക്കുന്ന വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. ഞാൻ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിലും അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ടോക്കുകളിലെല്ലാം ഒരുപാട് അനുഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതായത് വിശുദ്ധ കുർബാനയിലേക്ക് ഒരു കാര്യം എടുത്തു വെക്കുമ്പോൾ അവിടെ ഏത് തുറക്കാത്ത വാതിലും തുറക്കുന്ന അത്ഭുതങ്ങൾ. എന്തുകൊണ്ടാണത്? അത് ഈ ദൈവം തിരഞ്ഞെടുത്ത ഒരു സമയമായതുകൊണ്ടാണ്, ആ ദൈവത്തെ ആരാധിക്കുന്ന സമയമായതുകൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ മഹാത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ നടക്കും. അതിന് ദൈവം നമുക്ക് തരുന്ന ഒരു ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണിത്. അവിടെ നന്നായി കുർബാനയിൽ പങ്കെടുക്കുക, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക. കുർബാനയ്ക്ക് പോകാനായുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ദാഹം, നമ്മുടെ തീഷ്ണത നമ്മൾ നേടിയെടുക്കുക. ഈ ചിന്തകൾക്ക് ശേഷം ഞാൻ ഇന്ന് നമ്മുടെ ഇന്നത്തെ നമ്മൾ അഭ്യസിക്കേണ്ട പുണ്യം, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ശരിക്കും ആത്മീയമായിട്ട് ഇന്ന് ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും, ദൈവമേ, ആത്മാവിന് ദൈവത്തോട് കണക്റ്റ് ആവാനുള്ള എല്ലാ വാതിലുകളും തുറന്നു തരണമേ. എന്നോട് ഞാൻ പറയാം, എൻ്റെ ആത്മാവിന് ദൈവത്തോട് കണക്റ്റ് ആവാൻ, പെട്ടെന്ന് നമുക്ക് കണക്റ്റ് ആവാൻ ലൗകിക മനുഷ്യന് പറ്റില്ല. നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മൾ ഫോൺ എടുക്കും, ഡിസ്ട്രാക്റ്റഡ് ആവും, പ്രാർത്ഥിക്കത്തില്ല.
എന്നാൽ ആത്മാവ് ദൈവത്തോട് ഇങ്ങനെ ബന്ധപ്പെട്ട് മണിക്കൂറുകൾ ദൈവബന്ധത്തിലിരിക്കാനുള്ള ആത്മാവിൻ്റെ ദൈവസമ്പർക്ക വാതിലുകൾ തുറന്നു തരണമേ. ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എൻ്റെ ആത്മാവിൻ്റെ ഡോഴ്സ് എല്ലാം ദൈവമേ നീ ഓപ്പൺ ചെയ്ത് തരണേന്ന് ഇന്ന് ആഗ്രഹിക്കണം. അതാണ് നമുക്കുണ്ടാവേണ്ട പുണ്യം. അപ്പോൾ നമ്മുടെ ഇന്ന് മാറിപ്പോകേണ്ട തിന്മ ആത്മീയ അന്ധതയാണ്. ആത്മാവിൻ്റെ ഫാക്കൽറ്റികൾ അടഞ്ഞിരിക്കുന്ന അവസ്ഥ, ആത്മീയ അന്ധത, ആത്മീയ ബധിരത, ദൈവസ്വരം കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രാർത്ഥനയ്ക്കൊരു തുറവില്ലാത്ത അവസ്ഥ, ഈ ആത്മീയ അന്ധത ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. 2 കൊരിന്തോസ് 4:4 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ആത്മീയ അന്ധത. അപ്പോൾ പുണ്യം, ആത്മാവിൻ്റെ വാതിലുകൾ തുറക്കപ്പെടാൻ, ദൈവസമ്പർക്ക സാധ്യതകൾ തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. പാപം, നമ്മുടെ ആത്മീയ അന്ധത മാറാനായിട്ട് നമ്മൾ ഇന്ന് ആഗ്രഹിക്കണം. ഇനി അതിനുവേണ്ടി നമ്മൾ ചൊല്ലേണ്ടത് ഒരു ജപമാല ഈ നിയോഗത്തിന് വേണ്ടി നമ്മൾ കാഴ്ചവെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഒരു ജപമാല തന്നെ ചൊല്ലണമെന്ന് പറയുന്നത്. ഒരു ജപമാല മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് ചൊല്ലി ഈ ആത്മീയ അന്ധത മാറാനും ആത്മാവിൻ്റെ ദൈവസമ്പർക്ക സാധ്യതകൾ തുറക്കപ്പെടാനും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് നമ്മൾ ഏറ്റെടുക്കേണ്ട പ്രാർത്ഥന. ഇനി ടാസ്ക് എന്താണ്? ഈ കാര്യങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് 1 മണിക്കൂർ നമ്മളൊരു ജപമാല ചൊല്ലുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് വേറൊരു കാര്യം നിർദ്ദേശിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക. അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും ഈ ചിന്തകളുമായിട്ട് കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധനയിൽ നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തെയും കുടുംബത്തെയും കർത്താവിന് കൊടുക്കാം. കായേനും ആബേലും ബലിയർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ പാപത്തോടുകൂടെയാണോ, ദുഷ്ടതയും പാപവും തിന്മയും നിറഞ്ഞ ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോഴും ബലിയർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കും എന്ന ചിന്തയോടുകൂടിയാണോ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് വരുന്നത് എന്ന് വിലയിരുത്താൻ അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അയോഗ്യതയോടെ കുർബാനയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, പാപത്തെ ഗൗരവമായി എടുക്കാതെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് വന്ന, പാപത്തോടുകൂടി അവിടുത്തെ സന്നിധിയിൽ വന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളോ പൂർവികരോ ഞങ്ങളോ കർത്താവെ ദിവ്യകാരുണ്യത്തെ വിലയില്ലാതെ കണ്ടിട്ടുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. നല്ല കർത്താവെ, ഞങ്ങൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നു. ആബേൽ അർപ്പിച്ചതുപോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ, വിശുദ്ധിയുള്ളൊരു ജീവിതത്തോടെ, പാപമില്ലാത്ത ഹൃദയത്തോടെ ബലിയർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ശരിയായ അനുതാപം കടന്നു വരാൻ കർത്താവ് ഇപ്പോൾ അങ്ങയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ശുശ്രൂഷയിലൂടെ മാനസാന്തരങ്ങൾ സംഭവിക്കണമേ. പാപജീവിതം ഉപേക്ഷിക്കാൻ കൃപ കൊടുക്കണമേ. മദ്യപാനം ഉപേക്ഷിക്കാൻ കൃപ കൊടുക്കണമേ. കർത്താവെ, ദുശീലങ്ങൾ ഉപേക്ഷിക്കാൻ കൃപ കൊടുക്കണമേ. കർത്താവെ, നീതിയുടെ ജീവിതം നയിക്കാൻ, അക്രമം അവസാനിപ്പിക്കാൻ, ശത്രുത അവസാനിപ്പിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് വലിയ അനുതാപമുള്ളൊരു ഹൃദയം തുറക്കപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ കരയാനും ആദിജാതനെ പ്രതി എന്ന പോലെ വിലപിക്കാനും ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായ അനുതാപം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഓരോ മകനും മകളും ശരിയായ അനുതാപത്തോടെ, ആഴമായ മാനസാന്തരത്തോടെ കർത്താവിലേക്ക് കടന്നു വരാൻ കൃപകൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനസാന്തരം ആവശ്യമുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് കർത്താവെ, നിൻ്റെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്
എന്ന് അവിടുന്ന് അരുളി ചെയ്ത വചനം പോലെ ഞങ്ങളുടെ ഹൃദയം നുറുങ്ങി അനുദപിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. പാപക്കെട്ടുകളും പാപശാപബന്ധനങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നില്ലാതാവട്ടെ. പൈശാചിക ബന്ധനങ്ങൾ മാറിപ്പോവട്ടെ. മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. തകർച്ചകൾ മാറട്ടെ. ദാമ്പത്യ ബന്ധം ഉറപ്പിക്കപ്പെടട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖല ഉയരട്ടെ. ദൈവം ആപത്തുകൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റട്ടെ. കർത്താവായ യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെ യോഗ്യതകളാൽ തന്നെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.